ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, റിജു ട്രെയിലർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ബോംബെയിൽ വന്നിട്ട് 2 ദിവസമായി. ഒരേ ട്രിപ്പ്, ഒരേ ചാല്, അതുകൊണ്ടാണ് പിന്നെ പുതിയൊരു വീഡിയോ ഒന്നും ഇടാതെ. അപ്പോൾ ഇപ്പോൾ ഒരു ലോഡ് കിട്ടി ബോംബെയിൽ നിന്ന് നമ്മളെ വിരാജ്പേട്ടയിലേക്ക്, അതായത് കൂർഗ്. അവിടത്തേക്ക് നമ്മളെ കമ്പനി വണ്ടി ഒരു 7 വണ്ടിക്ക് ലോഡ് കിട്ടിയിട്ടുണ്ട്. ബാക്കി 6 വണ്ടി ലോഡായി. 4 വണ്ടി ഇന്നലെ പോയി, 2 വണ്ടി ഇപ്പോൾ പുറത്തുണ്ട്. അങ്ങനെ ലാസ്റ്റ് വണ്ടി ഇപ്പം അങ്ങനെ ലോഡിങ്ങിന് വിളിച്ചത് 3 മണിയായിന് പൊലിച്ചക്ക്. അപ്പോൾ നമ്മളെ കമ്പനി വണ്ടി ഒരു വണ്ടീൻ്റെ ചെയിനെല്ലാം ആകെ ഫുള്ള് മുഴുത്ത് വെക്കുക. അപ്പോൾ ഇനി എൻ്റെ വണ്ടിയും കൂടി ലോഡ് കയറ്റി ചെയിനിലൊക്കെ അടിച്ചൊരു പുളി കുളിച്ചിട്ട് കിടന്നുറങ്ങണം. രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ ബില്ല് കിട്ടും, അപ്പോൾ തന്നെ എടുത്ത് പൂശണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഇതാണ് നമ്മൾ അപ്പോളോ കമ്പനിയിലെ ഗാർഡൻ. അപ്പോൾ വൈകിട്ടാണ് ഇവിടെ എത്തിയത്. രാത്രിക്കായി ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു പകൽ വെളിച്ചത്തിലൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം ലോഡ് ചെയ്യുന്ന ഷെഡുകളാണ്. വണ്ടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. ലോഡ് ചെയ്യാൻ വേണ്ടി ലോഡിങ് പോയിന്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഒരു കമ്പനി വണ്ടി ലോഡ് ചെയ്ത് പുറത്ത് പോയി ചെയിനൊക്കെ അടിച്ച് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ലാസ്റ്റ് വണ്ടിയാണ്. ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്നും തുടങ്ങിയില്ല, കുറേ വണ്ടി ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ ലോഡ് പിന്നെ ബോംബെ ടു വിരാജ്പേട്ട. എന്ന് വെച്ചാൽ എൻ്റെ നാട് ഇരിട്ടിയാണ്. ഇരിട്ടീൻ്റെ അടുത്ത് കർണാടകത്തിൽ ബോർഡർ, അവിടത്തേക്ക് ലോഡിങ്ങിന് വിളിച്ച ടൈം 3:15 രാവിലെ പുലരെ. ഒരു കൂടി ഉറങ്ങിയില്ല. മറ്റേ വണ്ടി നമ്മളെ കമ്പനി വണ്ടി ലോഡായി അവിടെ പാർക്ക് ആയിട്ടില്ല. അപ്പോൾ അത് സമയം എടുത്ത് അങ്ങനെ നമ്മളെ ലോഡെല്ലായി, ബില്ലെല്ലാം കിട്ടി, കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പോളോ സ്ട്രീം എന്ന് പറയും, ബോംബെ. എന്ന് വെച്ചാൽ ഫുള്ള് കോൺക്രീറ്റ് റോഡ്, ഫുള്ള് പിന്നെ നാട്ടുപ്രദേശത്തൊക്കെയാണ് ഈ കമ്പനിയിലേക്ക് വരുന്നത്. ചെറിയ 2-3 ടൗൺ ഉണ്ട്. ഒരു ടൗൺ കഴിഞ്ഞ് ചെറിയ ചെറുതല്ല, മോശമില്ലാത്തൊരു ചുരം കയറും, ചുരം ഇറങ്ങലും കുറച്ച് റിസ്ക് കൊടുത്ത റോഡായിരുന്നു. എന്നാൽ ഇവിടെ റോഡ് പണി നടക്കുന്നു. നമ്മൾ 3 വണ്ടിയുണ്ട്. 2 വണ്ടി വേഗത്തിൽ വരുന്നുണ്ട്. ഞാനാണ് ഈ പടയണം നയിക്കുന്ന തലവൻ. റൂട്ടിലെ ഒരു ചെറിയൊരു ചുരം ഇപ്പോൾ ഡൗണിങ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, ഇന്നലെ ലോഡെല്ലാം എടുത്ത് രാത്രിയായത് ഒരു ദാവയിലെത്തുമ്പോൾ. അപ്പോൾ അവിടെ കിടന്ന് ഇപ്പോൾ ഇവിടുന്ന് പോകാൻ നോക്കുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ടയറിലൊന്ന് മുട്ടി വെക്കുക. അയ്യോ, അവിടെ പോകണം. അവിടെ ഓക്കെ.
ചെയിനും ബെൽറ്റെല്ലാം ടൈറ്റാണ്. ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഫുള്ള് ലൂസായിരുന്നു, നല്ലൊന്ന് ടൈറ്റാക്കി. അത് നമ്മൾ ബോംബെ പൂന എക്സ്പ്രസ് ഹൈവേയിലൊക്കെ കയറേണ്ടത്. നമ്മളെ 3 വണ്ടി, ഇത് നമ്മ വണ്ടിക്ക് സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലൊട്ടിച്ച് പുറകിലൊട്ടിച്ച് എന്നാ കാറ്റ് കുറച്ച് കുറവുന്നുണ്ട്. ലോഡും പുറത്ത് അടിക്കാനും പറ്റത്തില്ലല്ലോ അല്ലേ? അങ്ങനെ പോട്ടെന്നോ? ആ വലിയ കുറവൊന്നുമില്ലടാ. ഇതെല്ലാം ചുറ്റൊന്നും അടിച്ചു നോക്കാം. ഞാൻ അടിച്ചിട്ട് എനിക്ക് ഒന്ന് നോക്കണം മുത്തേ. അടിച്ച കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അടിച്ച് പഠിക്കുക. കുഴപ്പമില്ല, കുറേശ്ശെ കാറ്റ് കുറവുണ്ട്, അത്രേ ഉള്ളൂ. ആ ലോഡർ കീറ്റാകുമ്പോ സെറ്റാക്കി ഇപ്പം അടിച്ചാൽ കയറും തോന്നില്ല. അല്ല മറ്റേ വലിയ കംപ്രസറുള്ള സ്ഥലം വേണം. അങ്ങനെ നമ്മൾ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി ഓയിലും വെള്ളത്തിൽ നോക്കി ടയറിൽ മുട്ടി നോക്കി സെറ്റ്. അപ്പം ഇനി പോകുന്നതിന് മുമ്പ് ചന്ദനത്തിരി അങ്ങ് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു ഭക്തി അന്തരീക്ഷം. ഓക്കെ, ഗണപതി ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ വണ്ടിയും വിട്ടു. അങ്ങനെ നമ്മൾ പൂന ബോംബെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോവാം. ടോൾ പ്ലാസ ഹൈവേയിലേക്ക് കയറി. ഈ ടോള് കഴിഞ്ഞ് 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചുരം തുടങ്ങി. രാത്രിക്ക് ചുരം ഫുള്ള് ജാമായിരുന്നു. അതുകൊണ്ടായി രാവിലെ ചേർന്നുണ്ടെങ്കിൽ രാവിലെ എടുത്തു. ഇപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ല. അങ്ങനെ നമ്മൾ കണ്ടാള ചുരെല്ലാം പാസ്സായി, പൂനെല്ലാം പാസ്സായി. ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് വേളാച്ചുരം, സത്താറയിലേക്ക് പോകാനുള്ള ചുരമായത്. മുന്നിൽ പോകുന്ന വണ്ടിയെ കാറ് കൊണ്ടുപോകുന്ന ട്രെയിനാണ്. ഫുള്ള് കാറായിരുന്നു. വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട്
കുറേ ഏതാണ്ട് പകുതി കയറി താഴെ ഏറി വന്നു. വെള്ള കമ്പനി അല്ലേ രണ്ട് കയ്യിലോട്ട് ഒന്ന് ചെയ്യുക ഏതാണ്ട് പകുതി ആയി കയറും. അങ്ങനെ നമ്മൾ ഡീസൽ അടിക്കുന്ന പമ്പിലെത്തിയല്ലോ. ഒന്നര മണിക്കൂറുണ്ട് ഡീസൽ അടിക്കാൻ.